നമസ്കാരം. ഇന്ന് മാജിക് പ്രാക്ടീസിൻ്റെ D15 ആണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലുള്ള എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഡിഫിക്കൽട്ടി, മേ ബി അച്ഛൻ, അമ്മ, ഹസ്ബൻഡ്, വൈഫ്, ബോയ് ഫ്രണ്ട്, വാട്ട് എവർ ഇറ്റ് ഈസ്, എന്ത് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് വേണമെങ്കിലും ആയിക്കോട്ടെ. നമ്മൾ രണ്ട് വ്യക്തികൾ തമ്മിൽ സംസാരിക്കുമ്പോൾ എപ്പോഴാണെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, ഇല്ലേ? എൻ്റെ കാഴ്ചപ്പാടായിരിക്കില്ല നിങ്ങളുടെ കാഴ്ചപ്പാട്. ഒന്നും വേണ്ട, ഈ ബുക്ക് വായിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്ന കണക്കായിരിക്കില്ല വേറൊരു വ്യക്തി വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. അതേ കണക്ക് എല്ലാത്തിനും ഡിഫറൻസ് കാണും. അപ്പം നമ്മൾ ഇന്ന് ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ബ്രോക്കൺ ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമമായിട്ടോ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ആയിക്കോട്ടെ, ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം അത് ഇമ്പ്രൂവ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്. നമ്മൾ ഒരു ആളോടൊരു വിഷമം അല്ലെങ്കിൽ ഒരാളോടൊരു ദേഷ്യം ഉണ്ടെങ്കിൽ എന്താ നമ്മൾ കൂടുതൽ ചെയ്യുക? നമ്മൾ അവരെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ എല്ലാ കാര്യവും അത് അയാൾ കാരണമാണ് ഇങ്ങനെ ആയത്, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, നമ്മളിങ്ങനെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ ബ്ലെയിം ചെയ്യുന്നതുകൊണ്ട് ഒരു റിലേഷൻഷിപ്പും ഇമ്പ്രൂവ് ആകത്തില്ല. നമ്മൾ ചെയ്യേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡാണ്. ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ തന്നെ രണ്ട് കാര്യമുണ്ട്. നമ്മളിങ്ങനെ ബ്ലെയിം ചെയ്തൊരു വൈരാഗ്യം ഒരാളോട് മനസ്സിൽ വെക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്കൊരു സന്തോഷമോ ഒരു സമാധാനമോ കിട്ടില്ല. ഓർത്ത് വെച്ചാൽ മതി. നമ്മൾ ആ വ്യക്തിയെ ആലോചിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും, സമാധാനം പോവും, ശല്യം എന്നൊക്കെ നമുക്ക് തോന്നും നമ്മുടെ ലൈഫിൽ. എനിക്കും തോന്നിയിട്ടുണ്ട് പല ആൾക്കാരോടും പല സമയത്ത്. അപ്പം നമ്മൾ ഇതൊക്കെ ഓവർകം ചെയ്യാനായിട്ട് ഉള്ളൊരു പ്രാക്ടീസാണ് ചെയ്യുന്നത്. നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത വ്യക്തി അല്ലെങ്കിൽ ഒരു ബ്രോക്കൺ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ചിലപ്പോൾ ആ വ്യക്തി നിങ്ങളുടെ കൂടെ കാണും, ചിലപ്പോൾ നിങ്ങളുടെ കൂടെ ആ വ്യക്തി കാണില്ല. മേ ബി ഒരു വ്യക്തി നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു വ്യക്തി, ആ വ്യക്തി മരിച്ചുപോയി, പക്ഷെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സങ്കടമാണ്, അതിനകത്ത് ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഓരോ അവസ്ഥകളൊക്കെ വരും. എന്ത് ടൈപ്പ് ബ്രോക്കൺ റിലേഷൻഷിപ്പ് വേണമെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ ഏത് സാഹചര്യത്തിൽ കൂടെ പോകുന്നവരായിക്കോട്ടെ, എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ പ്രോബ്ലം മനസ്സിലാക്കുക. എന്നിട്ട് ചെയ്യേണ്ട കാര്യം, ഒരു വ്യക്തിയെ എടുക്കുക, ആ വ്യക്തിയോട് അയാൾ ചെയ്ത അയാളുടെ നല്ല കാര്യങ്ങൾ, ചിലപ്പോൾ നിങ്ങളുടെ ആ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ നല്ല കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ ചിലപ്പോൾ കാണത്തില്ലായിരിക്കാം. പക്ഷേ ആ വ്യക്തിക്ക് എല്ലാവരും ദുഷ്ടന്മാരൊന്നുമല്ല. ആ വ്യക്തിക്ക് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ കാണും. പല കാര്യങ്ങളിൽ നമുക്ക് തോന്നും നമ്മളാണ് ശരി, പക്ഷെ അവർക്ക് തോന്നും അവരാണ് ശരിയെന്ന്. ഇതിനകത്ത് ശരി തെറ്റ് എന്നൊന്നുമില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മുടെ മനസ്സിലുണ്ടായ ആ വിഷമം നമ്മൾ കളയുക. അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ്ഫുൾ ആയിട്ട്, താങ്ക്ഫുൾ ആയിട്ട് ഇരിക്കുക. ഉണ്ടായ ആ വിഷമമുള്ളവർ ആ പ്രോബ്ലം എടുക്കുക. എന്നിട്ട് 10 കാര്യം, ആ ആളുടെ 10 നല്ല കാര്യങ്ങൾ നിങ്ങൾ അയാളോട് താങ്ക് യു പറയാൻ ആഗ്രഹിക്കുന്ന ആ 10 കാര്യങ്ങൾ എഴുതുക. എന്നിട്ട് താങ്ക് യു പറയുക. നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ ഈ 10 കാര്യം ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത, നിങ്ങൾക്ക് ബ്രോക്കൺ ആയിട്ട് ഇരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റും. കാര്യം നമ്മുടെ വെറുപ്പ് അങ്ങ് മാറും. കാര്യം ആദ്യം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന എന്താണ്? അയാളുടെ നെഗറ്റീവ് കാര്യങ്ങളാണ് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്ത് ബ്ലെയിം ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ഈ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ള ആ ദേഷ്യം എല്ലാം മാറും. അപ്പോൾ തന്നെ ഒരാളോടുള്ള ദേഷ്യവും ഇതുമെല്ലാം മാറിക്കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ മോർ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് ദേഷ്യം തന്നെ ആവണമെന്നില്ല. ചിലപ്പോൾ കൂടുതൽ കാരണമുള്ള പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഈ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് മാറും. ഇത് കൂടാതെ എല്ലാ ദിവസവും 10 ബ്ലെസ്സിങ്സ് എഴുതാൻ മറക്കണ്ട. പിന്നെ മാജിക് റോക്ക് പ്രാക്ടീസ് രാത്രി ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.